ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരപ്രകൃതിയായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് വണ്ണം വെച്ച് വരുമ്പോൾ നമ്മുടെ വയറിന്റെ ഈ ഭാഗത്തായിരിക്കും, അടിവയറിലായിരിക്കും ആദ്യം ഫാറ്റ് അടിയുന്നത്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അടിവയറിലെ ഫാറ്റ് അത് ഹിപ്പിലേക്കും പിന്നെ കൈകളിലേക്കും കാലുകളിലേക്കും അങ്ങനെ ഈ ഫാറ്റ് ഓരോ ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്യും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഈ ഫാറ്റ് വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വയറിൽ ഫാറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫാറ്റ് അല്ലെങ്കിൽ ഈ വയറ് നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഒരു രണ്ടാഴ്ച നന്നായിട്ട് ഡയറ്റും അതോടൊപ്പം തന്നെ വ്യായാമങ്ങളും ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം ഒന്ന് ക്രമീകരിക്കുക. ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് നിങ്ങൾ അരി കൊണ്ടുള്ള ഭക്ഷണം നന്നായിട്ട് ഒന്ന് കുറയ്ക്കുക. രാവിലെ നിങ്ങൾ ഓട്സ് കഴിക്കുക. ഓട്സ് പാലിലല്ല, നിങ്ങൾ പച്ചവെള്ളത്തിൽ കുതിർത്തി അത് വേവിച്ച് കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന അരിയാഹാരം, ഇപ്പോൾ കഴിക്കുന്ന ചോറിന്റെ അളവ് ഒന്ന് പകുതിയായിട്ട് ചുരുക്കുക. അതുപോലെ തന്നെ വൈകിട്ട് ഒരു 2 ചപ്പാത്തി, അതുപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്ക് നിങ്ങൾ മാറുക. അതോടൊപ്പം തന്നെ ഡെയിലി ഒരു 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും മധുരമുള്ള വസ്തുക്കൾ, പഞ്ചസാര അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ, വറുത്ത ഭക്ഷണങ്ങൾ, ഇത്തരം സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ കുറച്ച് വ്യായാമം കൂടി നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് വ്യായാമം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും വയറിനുള്ള വ്യായാമങ്ങൾ നിങ്ങൾ കുറച്ച് കൂടുതൽ നേരം, ഒരു 10 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വയറിനുള്ള വ്യായാമങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിൽ വയറിനുള്ള അവസാനത്തെ വ്യായാമം നിങ്ങൾ കുറച്ചധികം നേരം ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5-10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്വിസ്റ്റിംഗ് പൊസിഷനാണ്. ഈ ഒരു പൊസിഷൻ നമ്മുടെ ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ നട്ടെല്ലിനും വളരെ ബെനിഫിറ്റ് ഉള്ളതാണ്. ആദ്യത്തെ പൊസിഷൻ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ ഇതുപോലെ ബെൻഡ് ചെയ്ത് നട്ടെല്ല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ നിൽക്കുക. കാലം നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, ഒരല്പം സെപ്പറേറ്റ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ പൊസിഷനിൽ വന്ന ശേഷം നിങ്ങൾ ഇടതുകാല് ഇതുപോലെ മടക്കി ഇടത് കൈ വലത് കാലിൽ പിടിക്കുക ഇതുപോലെ. അതിനുശേഷം വലതു കൈ ഇതുപോലെ ശരിക്കും അപ്പ് ചെയ്യുക. അതിനുശേഷം വലതു കൈ ഡൗൺ ചെയ്ത് ഇടതുകാൽ മടക്കി ഇതുപോലെ. ഇനി ഇടത് കൈ അപ്പ് ചെയ്യുക ഇതുപോലെ. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. ഇതുപോലെയാണ് നമ്മൾ മാറി മാറി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 5 റൗണ്ടാണ്. നിങ്ങൾക്ക് ടയേർഡായ റിലാക്സ് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യേണ്ടത് എന്ന് എൻ്റെ ഇൻസ്ട്രക്ഷനൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ആ ഒരു പൊസിഷനിൽ വരിക. കാല് സെപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് വളർന്നു നിൽക്കുക ഇതുപോലെ. അപ്പോൾ ഇനി ഇടതുകാല് മടക്കി ഇടത് കൈ വലത് കാലിൽ പിടിച്ച് വലതു കൈ അപ്പ് ചെയ്യുക. നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇനി വലതു കൈ ഇടതുകാലിൽ പിടിച്ച് വലതുകാൽ മടക്കി ഇടത് കൈ അപ്പ് ചെയ്യുക. മുകളിലോട്ട് നോക്കുക. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. റിലാക്സ്. ഇടത് കൈ വലതുകാലിൽ പിടിക്കുക. ഇടതുകാൽ മടക്കി വലതു കൈ അപ്പ് ചെയ്യുക. ഇനി വലതു കൈ ഇടതുകാലിൽ പിടിച്ച് വലതുകാല് മടക്കി ഇടത് കൈ അപ്പ് ചെയ്യുക. മുകളിലോട്ട് നോക്കുക. മൂന്നാമത്തെ റൗണ്ട് ഇടത് കൈ വലതുകാലിൽ പിടിച്ച് ഇടതുകാൽ മടക്കി വലതു കൈ അപ്പ് ചെയ്യുക. ഇനി വലതുകാൽ മടക്കി ഇടത് കൈ ഇടതുകാലിൽ പിടിച്ച് ഇടത് കൈ അപ്പ് ചെയ്യുക. നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാം. റിലാക്സ് ആവുക. ഇനി ഇടതുകാൽ മടക്കി ഇടത് കൈ വലതുകാലിൽ പിടിച്ച് വലതു കൈ അപ്പ് ചെയ്യുക. മുകളിലോട്ട് നോക്കുക. ശരിക്കും ഓപ്പൺ ചെയ്യുക. ഒരല്പസമയം ഹോൾഡ് ചെയ്യാം. നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടുക. ഒരല്പസമയം ഹോൾഡ് ചെയ്യുക. ഇനി വലതു കൈ ഇടതുകാലിൽ പിടിച്ച് വലത് മുട്ടുകാൽ മടക്കി ഇടത് കൈ അപ്പ് ചെയ്യുക. നന്നായിട്ട് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. മുകളിലോട്ട് നോക്കുക. അല്പസമയം ഹോൾഡ് ചെയ്യാം. ശരിക്കും ട്വിസ്റ്റ് ചെയ്യുക. ഇനി ഡൗൺ ചെയ്ത് നട്ടെല്ല് ശരിക്കും സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്പ് ചെയ്യാം. നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ 5 തവണ കൂടി ചെയ്യുക. ടയേർഡ് ആയെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം.
നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ വയറ് സ്ട്രോങ് ആക്കാനുള്ള ഒരു വ്യായാമമാണ്. അപ്പോൾ നിങ്ങൾ കിടന്ന ശേഷം 2 കാലും അടുപ്പിച്ച് വെക്കുക ഇതുപോലെ. ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം 2 കൈയും തലയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നിങ്ങൾ വലതുകാല് അല്ലെങ്കിൽ ഇടതുകാല് മടക്കി തലയും നെഞ്ചും ഉയർത്തുക, ഡൗൺ ചെയ്യുക. അതിനുശേഷം കാല് ചേഞ്ച് ചെയ്ത് എക്സേൽ തലയും നെഞ്ചും ഉയർത്തുക, ഡൗൺ ചെയ്യുക. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുകൂടി മനസ്സിലാവും. എന്നോടൊപ്പം ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നിങ്ങൾ കിടന്നിട്ട് കാലടുപ്പിച്ച് വെക്കുക. ഈ 2 കൈയും തലയിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി വലതുകാലം മടക്കുക ആവുന്നത്ര. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. വലതുകാലം നേരെയാക്കുക, ഇടതുകാലം മടക്കുക. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. ഇടതുകാലം നേരെയാക്കുക, വലതുകാലം മടക്കുക. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ. അധികം ഓവറായിട്ട് അപ്പ് ചെയ്യണമെന്നില്ല. ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. വലതുകാലം നേരെയാക്കുക, ഇടതുകാലം മടക്കുക. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഡൗൺ ചെയ്യുക, കാൽ നേരെയാക്കുക. ഞാൻ ബിഗിനേഴ്സ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട. വലതുകാലം മടക്കുക. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഹെഡ് ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. കാൽ നിലത്ത് മുട്ടിക്കാതെ തന്നെ ചേഞ്ച് ചെയ്യുക. 4ാമത്തെ റൗണ്ട്. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. എക്സേൽ, ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. കാൽ നിലത്ത് മുട്ടിക്കാതെ ചേഞ്ച് ചെയ്യുക. അവസാന റൗണ്ട്. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. കാൽ ചേഞ്ച് ചെയ്യുക. കാൽ നിലത്ത് മുട്ടിക്കരുത്. ഹെഡ് അപ്പ്, ചെസ്റ്റ് അപ്പ്, എക്സേൽ, ഹെഡ് ഡൗൺ, ചെസ്റ്റ് ഡൗൺ. കാൽ സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ആവുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഒരു 5ഓ 10ഓ തവണ നിങ്ങൾക്ക് പറ്റാവുന്നത്ര തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക.